പുത്തമ്പള്ളിയുടെ ബാക്കിലുള്ള ഒരു സ്ട്രീറ്റാണ് തിരൂർ. അവിടെ വെള്ളയപ്പം, കൊഴലപ്പം, ഉണ്ണിയപ്പം, അച്ചപ്പം ഇങ്ങനെയൊക്കെ കിട്ടും. ഈ വെള്ളയപ്പം ഇല്ലാതെ ഒരു പരിപാടിയും തൃശ്ശൂർ ജില്ലയില് നടത്താറില്ല. അതോണം അല്ലേ? എന്താണെങ്കിലും രാവിലെ വെള്ളയപ്പം, പുഴുങ്ങിയ പഴം. തൃശ്ശൂരുകാരുണ്ട് ആരെങ്കിലും? ആ, കഴിച്ചിട്ടില്ലേ വെള്ളയപ്പം? പ്രവീൺ കഴിച്ചിട്ടുണ്ടോ? ആ സമയമാകുമ്പോ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കഴിക്കാം. പിന്നെ ആരെങ്കിലും ജീവൻ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ ഈ കഥ ഉണ്ടായത്? എന്റെ വീട് കൊക്കഞ്ചേരിയാണ്. ഓക്കെ. അപ്പൊ അവിടുന്ന് എല്ലാ ഞായറാഴ്ചകളും പണ്ട് ഈ പുത്തമ്പള്ളിയിൽ എവിടെയാണ് വെള്ളയപ്പം വാങ്ങാൻ പോകുന്നത്. ഓക്കെ. സിനിമ മനസ്സിൽ കയറി ആ ടൈം തൊട്ടേ വെള്ളയപ്പം പശ്ചാത്തലം ഉള്ളിലുണ്ട്. ആ തെരുവ്, അങ്ങാടി, അവിടുത്തെ ക്യാരക്ടേഴ്സ്. അപ്പൊ അത് അത്രയും പരിശുദ്ധമായ ഒരു പ്രണയം അവിടെ ഉണ്ടാകും എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഒരു സാറ, നമ്മുടെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ അവിടെ ആ പശ്ചാത്തലത്തിൽ നല്ല വെള്ളയപ്പം പോലെ തന്നെ പരിശുദ്ധമായ ഒരു പ്രണയം. അത് പുള്ളി ബന്ധം തമാശക്കഥയോടെ പറഞ്ഞു. ഇതാണ് വെള്ളയപ്പം. ഇത് 8 വർഷമായിട്ടുണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട്. എൻ്റെ ഇടയിൽ കുറച്ച് ഫിനാൻഷ്യൽ വേറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ബിസിനസ്സായിട്ട് നീങ്ങി ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് കിടക്കുന്നു. അപ്പോൾ വെള്ളയപ്പം തന്നെ അതിൽ തുടങ്ങുന്നു. എന്നെ അപേക്ഷിച്ചിടത്തോളം ഒരു റൈറ്റർ എന്ന രീതിയിൽ ഒരു 100 പേരെ ലൊക്കേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. സ്ക്രിപ്റ്റ് കേൾപ്പിച്ച് ഡയറക്ഷനിലേക്ക് എത്തുമ്പോൾ സ്ക്രീനിന് മുന്നിൽ 35 കോടി കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ്. ഞാനും ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ സ്ക്രീനിൽ ഞാൻ ആ വലിയൊരു പ്രതീക്ഷയോടെ, വിജയത്തോടെ വന്നിരിക്കുമെന്ന പ്രതീക്ഷയുണ്ട് എനിക്ക്. ഇതാണ് വെള്ളയപ്പത്തെ കുറിച്ച് ടോട്ടലായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സാജിക എന്നൊക്കെ പലർക്കും അറിയായിരിക്കും. സാജിയാഹി ഞാൻ എല്ലാ സിനിമയിലും കണ്ടിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ മാല പൊടിച്ചോടും, അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപാരം, അല്ലെങ്കിൽ ഇടി. ഈ സിനിമയിൽ പള്ളിയിലച്ചനായിട്ടാണ് അഭിനയിക്കുന്നത്. സാജിദൊക്കെയാണ് ഇപ്പൊ പുത്തമ്പള്ളിയിലെ മെയിൻ വികാരിയച്ഛൻ. പൈസ പുള്ളി നമ്മൾ കാണിക്കുന്നില്ല ഈ സിനിമ. പുള്ളിയാണ് അതായത് കൊച്ചൻ പുള്ളിയാണെങ്കിൽ വികാരിയച്ഛൻ കിടപ്പിലായിരിക്കും. ആദ്യമായിട്ടാണോ അച്ഛനാണോ കല്യാണം കഴിഞ്ഞിട്ടില്ല? അപ്പൊ വളരെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രവീൺ ഒരുപാട് നാളായിട്ട് സിനിമയുടെ പിന്നീട് നമ്മളെ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ഞാനൊക്കെ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് പ്രവീൺ. അപ്പോൾ പ്രവീണിൻ്റെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആ സിനിമയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും ഇപ്പം എനിക്കൊരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. എന്തായാലും ആ സിനിമ നന്നായിട്ട് വരട്ടെ. ഒരുപാട് ഭയങ്കര ഒരു ചെറിയൊരു സെറ്റപ്പിൽ പുള്ളി ഉണ്ടാക്കിയൊരു വലിയ സിനിമയാണ് വെള്ളയപ്പം. അപ്പോൾ എല്ലാവരും ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ഇതുപോലത്തെ ചെറിയ സിനിമകൾ വിജയിച്ചാൽ മാത്രമേ ഇൻഡസ്ട്രി നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമകൾ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. പ്രവീണിൻ്റെ ഈ 20 വർഷത്തെ കോൺടാക്ട്സ് ഉള്ള എല്ലാവരും പ്രവീണിന് വേണ്ടി സിനിമയിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്യാൻ കാണുക. എൻ്റെ ഒരു രസം ഒരു ചെറിയ ക്യാരക്ടറാണ്, പിള്ളേ വെച്ച് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും സന്തോഷം. പിന്നെ നമ്മുടെ സിനിമ മെയിൻ റോൾ ചെയ്യുന്നത് റോമിങ് ഷൈൻ ബൈ ആണ്. പിന്നെ അക്ഷയ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അക്ഷയ രാധാകൃഷ്ണൻ. പുള്ളി ബോളിവുഡ് സിനിമകളൊക്കെ നൂറിനും 2 പേഴ്സാണ്. ഒന്ന് റോമിൻ ഷൈനും, പിന്നെ ഒരു പേര് അക്ഷയും നൂറിനുമാണ്. അപ്പൊ നമ്മള് ഈ സിനിമയിലെ എല്ലാ ക്രൂവിനും ഉൾക്കൊള്ളിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറ്റില്ല. പക്ഷെ റോമയ്ക്ക് വേണ്ടി വർഷങ്ങളായി ശ്രീ ചേച്ചി ഡബ് ചെയ്തോണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ കൊറോണ സമയത്ത് ഡബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്വന്തം സന്ധ്യക്ക് പറയാനൊക്കെ നിങ്ങൾ ചോദിക്കുന്നില്ല ഒന്നും. അല്ല, ഇതിനൊക്കെ അവിടെ മാറിയിരിക്കുന്ന കാരണമാണ് ചോദ്യങ്ങളൊന്നും അവിടെ വരാത്തത്. വെള്ളയപ്പത്തിന് പിന്നെ വെള്ളയപ്പം അല്ലാതെ പിന്നെ ചപ്പാത്തിന്ന് വരുന്നത്. വെള്ളയപ്പം അങ്ങാടിക്ക് നടക്കുന്ന അല്ലേ? വെള്ളയപ്പം ഉണ്ടായി എന്റെ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഈ വെള്ളയപ്പം എന്താ പേരിട്ട് അത് നമുക്കറിയില്ല. വെള്ളയപ്പത്തിന് എന്താ വെള്ളയപ്പം എന്ന പേരിട്ട് നമ്മളല്ല. നമ്മൾ അവിടെ നടക്കുന്ന കഥ ആയതുകൊണ്ടും വെള്ളയപ്പം വാങ്ങിച്ചിട്ട് നടക്കുന്നതാണ് നമ്മൾ വെള്ളയപ്പം പടത്തിന് പേരിട്ടിരിക്കുക. വെള്ളയപ്പം പേരിട്ടത് നമ്മളല്ല. ആരെങ്കിലും അറിയോ വെള്ളയപ്പത്തിന് ആരെ വെള്ളയപ്പം പേരിട്ടെന്ന്? തോന്നിച്ചാരി നിന്ന് മണ്ണഞ്ചേരി എന്നൊക്കെ ഉണ്ട് കൊണ്ടുപോകാം. തോന്നിച്ചാരി നിന്ന് കഴിഞ്ഞാൽ സ്പീക്കോ അല്ലെങ്കിൽ ഇവിടെ നോക്കണേ. ഒരു ചോദ്യത്തിൽ
അതാ ഈ ചോദ്യം ഉണ്ടാവുമ്പോഴാണ് ഇവിടെ ലൈവ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്കും റീച്ച് കിട്ടണം, അത് വഴി നമ്മളും അറിയപ്പെടണം നാലാള് അല്ലേ? ഇതേട്ടായിട്ട് ഇപ്പൊ എന്താ നാലാള് അറിഞ്ഞാൽ മതി. ജനുവരി 9 ഈ പടത്തിന്റെ വെള്ളയപ്പം സിനിമയുടെ റിലീസ്. അത് നമ്മൾ പറയാൻ വിട്ടുപോയി. അന്ന് ഭയങ്കരമായ വേറെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ആ പല ചിത്രങ്ങളും വെള്ളയപ്പം റിലീസാകുന്നതുമായി ബന്ധപ്പെട്ട് റിലീസ് മാറ്റാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ മനസ്സിലാവും. എൻ്റെ ക്യാരക്ടർ ഈ വെള്ളയപ്പം എന്തിനാണ് ഈ സിനിമയ്ക്ക് പേരിട്ടെന്ന് ചോദിച്ചല്ലോ. ഈ സിനിമ വെള്ളയപ്പം, ഈ വെള്ളയപ്പങ്ങാടിയിൽ ആദ്യമായിട്ട് ഒരാൾ കണ്ടുപിടിച്ച് അയാള് ഈ വെള്ളയപ്പം വിറ്റ് ഭയങ്കര കാശുകാരനൊക്കെ ആയ ഒരു പശ്ചാത്തലം ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ കണ്ടുപിടിച്ചത് ഒരാളാണെങ്കിലും അതിൻ്റെ ഗുണം ഉണ്ടായത് വേറെ ആൾക്കാണ്. അപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളയപ്പം ഈ സിനിമയിൽ കാണിക്കുന്നത് എൻ്റെ കഥാപാത്രമാണ് കണ്ടുപിടിച്ചത്. ഞാനാണ് വെള്ളയപ്പം കണ്ടുപിടിച്ച ആൾ. അപ്പം കണ്ടുപിടിച്ചാൽ ഞാനാണ്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വെള്ളയപ്പം നമുക്കൊക്കെ സുപരിതമായൊരു നമ്മുടെ ഒരു പലഹാരം. അതിന്റെ ഉത്ഭവവും അതിലൂടെ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെയൊക്കെയാണ് ഇതിന്റെ കഥ വികസിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ രസവും ഈ സിനിമയ്ക്കുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ വെള്ളയപ്പം ഒരു ആൽക്കഹോളിക് ഫുഡാണോ? അല്ല, ഇതിൽ കള്ള് ചേർത്തിട്ടാണോ ഉണ്ടാക്കുന്നത്? ഇല്ല, ഞാൻ കണ്ടുപിടിച്ച വെള്ളയപ്പത്തിൽ കള്ളില്ല. അപ്പം ഇഷ്ടമാണ്. എല്ലാത്തരം അപ്പങ്ങളും അല്ല, എല്ലാത്തരം അപ്പങ്ങളും എനിക്ക് തോന്നുന്നു. എല്ലാത്തരം അപ്പങ്ങളും എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തൊരപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അപ്പം മാത്രമേ ഉള്ളൂ. അപ്പാപ്പന് അത്ര ഇഷ്ടമല്ല. അല്ല, 10-ാം തീയതി അല്ല പറഞ്ഞു. 9-ാം തീയതി ആരാ പറഞ്ഞ? അതൊക്കെ അനൗൺസ് ചെയ്യണം. ഉറപ്പാണോ റിലീസ് എന്നാണ്? ജനനായകനെ പേടിച്ച് നമ്മൾ റിലീസ് മാറ്റണോ, നമ്മളെ പേടിച്ച് ജനനായകൻ റിലീസ് മാറ്റണോ എന്നൊക്കെ ഇൻഡസ്ട്രിയിലുമായി ബന്ധപ്പെട്ട് അതിന്റെ ബിസിനസ് ഡിസ്കസ് ചെയ്യണവർ തീരുമാനിക്കട്ടെ. ഇതൊക്കെ അങ്ങോട്ടും കൂടെ അറിയണ്ട. എന്തായാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു പടം ഇവിടെ ഇറക്കുന്നു, അവരവിടെ ഒരു പടം ഇറക്കുന്നു അല്ലേ? ഇതിനൊന്നും പേടിക്കാനുള്ള കാര്യമാണോ? ജനനായകനാണെങ്കിലും ജനനായികയാണെങ്കിലും അപ്പം കഴിച്ച് വെള്ളപ്പം കഴിച്ച് വന്നാലല്ലേ. ഇതിപ്പോ നമ്മൾ പേടിച്ചിട്ട് അവര് ഇറക്കാതിരിക്കുന്നില്ല, അവരെ പേടിച്ച് നമ്മളും ഇറക്കാതിരിക്കുന്നില്ല. പടം ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് നമ്മളൊരു പടം ചെയ്ത് അത് ഇറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ പേടിക്കണം. ഈ ഭൂമിയിൽ ഒന്ന് ജനിച്ചു, അതിനും വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കില്ല, അതിനും വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ 9-ാം തീയതി ജനനായകൻ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിന്റെ ഒപ്പം മറ്റേ ശിവകാർത്തികന്റെ സിനിമ, പ്രഭാസിന്റെ സിനിമ കഴിഞ്ഞ ആഴ്ചയാണ് അനൗൺസ് ചെയ്തത്. നമുക്ക് ഒരു അവര് 600 സ്ക്രീനുണ്ടെങ്കിൽ നമുക്ക് മാന്യമായി 100 സ്ക്രീന് കിട്ടിയതായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് 45 സ്ക്രീനുള്ളൂ. നമ്മൾ ഹാപ്പിയാണ്, നമ്മളൊരു കുഞ്ഞി പടമല്ലേ. പിന്നെ നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ആളുടെ എതിരെ നിൽക്കാനല്ല എന്റെ സുഖം. നമ്മളല്ലാണ്ട് ഒരു ചെറിയൊരു ആർട്ടിസ്റ്റിന് നമ്മൾ നിൽക്കുമ്പോ ഇപ്പൊ വിജയിക്കെതിരെ നമ്മളിവിടെ നിൽക്കണം. നമ്മളേ മലയാള സിനിമ എതിരല്ല, ഓപ്പോസിറ്റ് നിൽക്കണം. എതിരെന്നല്ല ഞാൻ പറഞ്ഞ, അവർക്കൊപ്പം നമ്മളും ഉണ്ട്. പിന്നെ ഒരു സിനിമയുടെ വലിപ്പം നിശ്ചയിക്കുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ ചെറിയ മുതൽ മുടക്കാണോ വലിയ മുതൽ മുടക്കാണോ എന്നുള്ളതല്ലല്ലോ യഥാർത്ഥത്തിൽ വലിയ സിനിമ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ മാർക്കറ്റിംഗ് സമയത്ത് തണ്ണീർമത്തൻ ദിനങ്ങളെന്നൊരു ചെറിയ സിനിമയുടെ അന്ന് വന്ന് വലിയ സിനിമ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നീട് എന്താ ഉണ്ടായിരുന്നുള്ളത്. അത് ഞാനാണ് മാർക്കറ്റ് ചെയ്തത്. ഏത് തണ്ണീർമത്തൻ വലിയ സിനിമ? അതിന് വലിയ സിനിമ സിനിമയാണ്. നമ്മള് സിനിമയാണ്, അത് വലുതായാലും ചെറുതായാലും കണ്ടിറങ്ങുന്നവർ എന്റർടൈൻ ചെയ്യും. നമുക്ക് കുറച്ച് സ്ക്രീൻ മതി. ആക്ച്വലി ഈ കൊല്ലാവസാനം സിനിമയിൽ 560 കോടി നഷ്ടം, അത്ര കോടി നഷ്ടം എന്നൊക്കെ പറയുന്നത് വളരെ അത് ഒരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ആക്ച്വലി ഇവിടെ വിജയിച്ച പടങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകർ അധികം ഒന്നും കാണാത്ത പടങ്ങളാണ് കൂടുതലും പല മാധ്യമങ്ങൾക്കും മെറ്റീരിയൽസ് ആയിട്ട് ഇപ്പോഴും പോകുന്നത് അല്ലേ? ഒരു സിനിമ
കൂടുതൽ ആൾക്കാർ കണ്ടു, കൂടുതൽ കളക്ഷൻ കിട്ടി എന്നുള്ളത് മാത്രമല്ല ഒരു സിനിമയുടെ വിജയം. ഇപ്പൊ ഒരു മോശം സിനിമ ഇറങ്ങുമ്പോഴാണ് ഒരുപാട് നിരൂപകർ ഉണ്ടാവുകയും അവർ ജീവിച്ചു പോകുന്നു, അല്ലേ? ആണോ? എല്ലാ മീഡിയകളും ഉപയോഗിക്കുന്നത് ഏത് മെറ്റീരിയലാ? സിനിമയുടെ മെറ്റീരിയൽ. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഈ ഓൺലൈൻ മീഡിയ ആണെങ്കിലും വാർത്താമാധ്യമങ്ങളാണെങ്കിലും ഇനിയിപ്പം ന്യൂസ് ചാനലും ചോദിക്കും, ഇവരും ഏറ്റവും കൂടുതൽ ന്യൂസ് വിറ്റ് പോകുന്ന സിനിമാക്കാരായിട്ടില്ല. അപ്പൊ എല്ലാ രീതിയിലും ഈ സിനിമ ആള് കൂടുതൽ കാണുന്നതല്ല വിജയം. ഇപ്പൊ 10 ദോശ ഉണ്ടാക്കി അതിൽ 8 ദോശ പൊട്ടിപ്പോയി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ. ഈ കുറ്റം പറയുന്ന ആളുകൾക്ക് കുറ്റം പറയാനായിട്ടെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ ഈ പടങ്ങൾ, അല്ലേ? പിന്നെ നമ്മള് ഇത് മോശമാവാനും ആള് കയറാതിരിക്കാനും അല്ല ഉണ്ടാക്കുന്നത് പടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ സമൂഹത്തിലും പല പല ആളുകളും പല മേഖലകളിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പക്കച്ചവടം തന്നെയാ. നിങ്ങൾ എത്ര അപ്പക്കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേ? 10 പേര് പറഞ്ഞേ. ആ പേര് പറഞ്ഞേ. ബീരാനിക്ക് എന്തൊക്കെ അപ്പം വിൽക്കും? പിന്നെ കള്ളപ്പം. നിങ്ങൾക്ക് കള്ളപ്പായിരിക്കും മിക്കവാറും തരുന്നത്. അതും തരും മിക്കവാറും. അതെങ്ങനെയാ കൊണ്ടുവരിക? ഏത് പാത്രത്തിലാ? പണ്ടെന്ന് പറഞ്ഞ എത്ര കാലം മുന്നേ? 90 ആണ് പണ്ട്. നിങ്ങൾക്ക് ഏത് വർഷം ജനിച്ചത്? അതിന് 91 പറ. വെറുതെ ഇല്ലാത്ത കഥകളൊന്നും പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഏത് വർഷം ജനിച്ചതെന്ന് പറയാതെ എന്നിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? 89 83 ജനിച്ചത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. റൊട്ടി വസ്തുവൊക്കെ വിൽക്കാനുണ്ട് കൊട്ടാരൂ നോക്കിയിട്ട്. എവിടെ വരും? നിങ്ങളുടെ അടുത്ത് മാത്രം വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ എന്നൊക്കെ എന്ന് പറയായിരിക്കും, അല്ലേ? എത്ര രൂപയായിരുന്നു അപ്പത്തിന്? 3 രൂപയാ. ഇന്ന് പൊറോട്ടയ്ക്ക് എന്താ വില എന്നറിയോ? ഞാൻ 96 പഠിക്കുമ്പോ +2 പഠിക്കും പൊറോട്ടയ്ക്ക് 1.25 രൂപയുള്ളൂ. പുള്ളിക്ക് മാത്രം അപ്പത്തിന് 3 രൂപ. എത്ര അപ്പം കിട്ടും? അച്ചപ്പാണോ 3 രൂപ? എത്ര സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞ എത്ര ഉണ്ടാവില്ല? 3 സെറ്റ്. അങ്ങനത്തെ സെറ്റേ ഇല്ല. ഒന്നെങ്കിൽ 5 സെറ്റ് അല്ലെങ്കിൽ 6 സെറ്റ്. 6 അച്ചപ്പം. നിങ്ങൾ സെറ്റപ്പേ ശരിയല്ല. ശരിക്കും ഞാൻ അപ്പക്കച്ചവടക്കാരനായിരുന്നു. എന്റെ അപ്പം ഞാൻ കച്ചവടം ചെയ്തു, അല്ലേ? മക്കള് അപ്പന്മാരെ കച്ചവടം ചെയ്യുന്നു, അപ്പന്മാര് മക്കളെ കച്ചവടം ചെയ്യുന്നു, അല്ലേ? ക്യാരക്ടറിലേക്ക് വരുമ്പോ ക്യാരക്ടർ എന്താ? ഞാൻ പ്രവീൺ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു ആക്ട്രസ് ആണ്. എൻ്റെ ഫസ്റ്റ് മൂവി ആളൊരുക്കമാണ്. അതിനകത്ത് നായികയായിട്ട് ചെയ്തതാണ്. പിന്നെ അങ്ങനെയാണ് ഞാൻ പ്രവീൺ ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇല്ല, അല്ലാതെ ഞാൻ ആ വഴിയാണ്, സിനിമയാണല്ലോ, അപ്പൊ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ആയ സമയത്താണ്. ശരിക്കും ഏത് വർഷം തുടങ്ങിയിട്ടുണ്ട്? വർഷം പറയാം. 2001. കൊറോണ വന്നപ്പോഴാണ് 2020. എത്ര വർഷം ഉണ്ടായിരുന്നു കൊറോണ? 3 വർഷം? 2 വർഷം? എനിക്കറിയില്ല. നമ്മളൊക്കെ 2 വർഷം മാക്സിമം ഉണ്ടായിട്ടുള്ളൂ കൊറോണ. ഉണ്ട്. ഇത് വെള്ളയപ്പം എന്ന സിനിമയിലുള്ള ഒരു കഥാപാത്രമാണോ? പ്രത്യേകത കാണിക്കുന്നുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതല്ല. വെള്ളയപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് കാണുന്നുണ്ട് പിള്ളേര്. ഞാനാണോ? അല്ലല്ലോ.
ഞാൻ പാചകം അത്ര വലിയ പിടുത്തമുള്ള കാര്യമല്ല. പിന്നെ ഈ പടത്തിലും ഞാൻ പാചകക്കാരനല്ല, ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ ഇരിക്കുകയാണോ ഞങ്ങളെല്ലാവരും അതിനിടയിലാണോ ചോദിച്ചത്, അതുകൊണ്ട് ചോദിക്കാം. സിനിമാ മേഖലയിൽ ഭയങ്കര നഷ്ടമെന്നാണ് ഇപ്പൊ നിർമ്മാതാക്കൾ തന്നെയാണ് പറയുന്നത്. നിർമ്മാതാക്കൾ പറയുന്നു കോടികൾ നഷ്ടം വരുന്നു സിനിമാ മേഖലയ്ക്ക്. അങ്ങനെ പറയുമ്പോൾ സിനിമാ മേഖല സ്തംഭിക്കുന്നു. പ്രൊഡ്യൂസർമാരും കൂടെ വരുന്ന താങ്കളൊരു സംഘടനയുടെ ഭാഗം കൂടെയാണ്, തൊഴിലാളി സംഘടനയുടെ ഭാഗം കൂടെയാണ്. ഇത്തരം ഒരു പ്രവണത ഈ നിർമ്മാതാക്കൾ ഈ എന്തും നഷ്ടക്കണക്കുകളല്ലാതെ ലാഭക്കണക്കുകൾ പറയുന്നില്ല. അത് ഈ സംഘടനകൾ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കും, അല്ലെങ്കിൽ സിനിമാ മേഖല ഇല്ലാതാവുന്ന വിഷയത്തിൽ താങ്കളൊരു സംഘടനയുടെ ഭാഗം കൂടെയാണ്. ഇത്തരം ഒരു ഷൈൻ പറഞ്ഞ കറക്റ്റാണ്. അപ്പൊ ഷൈൻ പറഞ്ഞതിന് കൃത്യമായിട്ട് മറുപടി ചെയ്യാൻ താങ്കൾക്ക് സാധിക്കും. പ്രിയപ്പെട്ട ഹൈദരാലിയോട് ഒരു കാര്യം പറയാനുള്ളത്, ആ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ നമുക്കൊരു പ്രസ് മീറ്റും കാര്യങ്ങളും വിളിക്കാം. ഇതിപ്പോ വെള്ളയപ്പം എന്ന് പറഞ്ഞ വെള്ളയപ്പം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് ഇതൊരു ചെറിയ സിനിമയാണ്. അപ്പോ ഇതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് തന്നെയാണ് പോവേണ്ടത്. നമ്മൾ ഇത്തരം വിവാദ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പൊ ഞാനോ ഷൈനോ പിടിക്കുന്ന ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സി ആയിരിക്കും ഈ പ്രസ് മീറ്റിന്റെ കണ്ടന്റ് ആയിട്ട് പോകുക. ദയവ് ചെയ്ത് നമുക്ക് ഈ സിനിമയെ നിങ്ങളെല്ലാവരും ഒന്ന് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ, കാരണം വേറെ ഇതിലേക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ. അതാണ് പ്രിയപ്പെട്ട അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ പ്രാധാന്യവും ഒന്നും കുറച്ച് കാണുന്നില്ല. പക്ഷെ നമുക്ക് ഈ സിനിമയിലേക്ക് വരണം. സമയം പോരാ, കുറച്ചധികം സമയം വേണ്ടി. അപ്പോ അങ്ങനെയാണ് ഇത് എന്നിലേക്ക് വരുന്നത്. അപ്പോൾ സാധാരണ റോമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യാറ് ശ്രീജാരവിയാണ്, ഡബിങ് ആർട്ടിസ്റ്റ് ശ്രീജാരവി. അപ്പോൾ മാമിന് ആ സമയത്ത് വരാൻ പറ്റാതെ പോവുകയും പിന്നെ അത് എന്നിലേക്ക് വരികയും ചെയ്തതാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഈ സിനിമയിലൂടെ പ്രവീൺ ചേട്ടൻ തന്നു. സോ താങ്ക് യു സോ മച്ച്. പിന്നെ ഡബിങ്ങിൽ നമ്മുടെ ക്യാരക്ടറിന് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ചും കൂടി ഈസിയാണ്. വേറൊരാളുടെ ക്യാരക്ടറിന് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആക്ച്വലി ടഫാണ്, ഭയങ്കര ടഫാണ്. കാരണം അവരുടെ ആ ഇമോഷൻസും ഇതൊക്കെ അഭിനയിച്ചവർക്ക് അത് കറക്റ്റ്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഞാൻ നോർമലി പറഞ്ഞതാണ്, ഒരു ആക്ട്രസ് അല്ലാത്തുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റിനൊക്കെ ശരിക്കും കുറച്ച് ടഫാണ് ചെയ്യാനായിട്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പുതുതായിട്ട് വരുന്ന ആരാണെങ്കിലും കുറച്ച് ടഫായിരിക്കും. പിന്നെ എനിക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഡബിങ്ങിലാണെങ്കിലും ആക്ടിങ്ങിലാണെങ്കിലും ഒക്കെ. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ചേർന്ന് ഡബ് ചെയ്തു. ഹലോ, അതിപ്പോ റോമയാണെങ്കിലും സോമയാണെങ്കിലും അഭിനയിക്കുമ്പോ നമ്മള് എല്ലാവരും അഭിനേതാക്കളായ ക്യാരക്ടേഴ്സാണ്. അവരോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷെ അവര് ഇന്നത്തെ ഒരു ടെക്നിക്കൽ രീതിയിൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ അപ്പിയറായി. ഇന്നലെ കണ്ടിരുന്നോ? കണ്ടിരുന്നോ? മലയാള സിനിമയിൽ ആദ്യമായിട്ട് AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആർട്ടിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 5 മണിയാകുമ്പോൾ നമ്മൾ വിടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ നമ്മളോട് റോമയ്ക്ക് ഓസ്ട്രേലിയയിൽ സഹകരിക്കാൻ പറ്റില്ല ഒരു സാഹചര്യം വന്നു സെലിബ്രേഷൻ പോയതാണ്. പിന്നെ അതുപോലെ തന്നെ അവർ ഇമേജ് റൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവരെ വെച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പം 100 രാവിലെ വന്നിരുന്നു, അത്യാവശ്യം ദുബായാണ് പോയി. പിന്നെ അക്ഷയാണ് പിന്നെ 100 ദുബായി പോയി. അപ്പോ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ 9-ാം തീയതി സിനിമ ജനനായകനുണ്ട്, ഞങ്ങളും ഉണ്ട്. ഇലക്ഷൻ അനുസരിച്ച കാര്യമൊക്കെ അറിയാലോ അല്ലേ? ഈ സിനിമകളിലെ ഷൈൻ പറഞ്ഞത് ഷൈനൂര് പറയാനുണ്ട്. ഈ
വലിയ നഷ്ടം എന്ന് പറഞ്ഞ് ഈ പ്രൊഡ്യൂസർമാർ കണക്കിടുമ്പോൾ സിനിമയുടെ എണ്ണം കുറയുന്നു, പ്രൊഡ്യൂസർമാരെ കിട്ടാത്ത അവസ്ഥയൊക്കെ വരുന്നു. അതിന്റെ പ്രതിസന്ധിയിലേക്ക് സിനിമ പോകുന്നുണ്ട്, ഷൈന് തോന്നുന്നു. നിങ്ങളും ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നതായിട്ട് എനിക്കറിയാം, ഇല്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? അന്ന് അന്ന് നമ്മുടെ ഡേറ്റുകളുടെ പ്രശ്നമൊന്നും മാറി. അതുകൊണ്ടാണ്. സണ്ണിവേനായിരുന്നു നായകൻ. അപ്പോ പടം വിജയിക്കില്ലേ എന്നുള്ള സംശയമില്ലല്ലോ. ഇല്ല, ഒരിക്കലും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഈ കണക്കുകളൊക്കെ കണക്കുകളായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും. എന്തെങ്കിലുമൊക്കെ പിന്നെ കൊല്ലാവസാനം നമ്മൾ പറയണ്ടേ, ആരെങ്കിലും വെക്കട്ടൊക്കെ കയറണ്ടേ. ഈ ബിസിനസ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ആർക്കെ കാശ് മൊത്തമായിട്ട് കൊണ്ട് വരുന്ന പരിപാടിയല്ലല്ലോ. ഇതൊരു സൈക്കിളല്ലേ, അല്ലേ? എന്താ പറയുന്നത്, ബിസിനസ് സൈക്കിൾ. അപ്പോ അതിങ്ങനെ കറങ്ങി എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കണം ആ പരിപാടികൾ, അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നില്ല. അപ്പോ അതിന് ഒരിക്കലും ഒരു നഷ്ടമെന്നോ അല്ലെങ്കിൽ മുഴുവനായിട്ട് ലാഭമെന്നോ പറയാൻ പറ്റില്ല ഒരു ബിസിനസ്സിന്, പ്രത്യേകിച്ച് ബിസിനസ്സിന്. ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ഇപ്പൊ ഒരു 100 രൂപ കയ്യിൽ നിന്നെടുത്ത് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു 1000 രൂപ കിട്ടും. അവരെന്ത് ചെയ്യും? 1000 രൂപ അവരെടുത്ത് സൂക്ഷിച്ചു വെക്കൂ. എന്റെ ലാഭം എന്ന് പറഞ്ഞിട്ട് ഇല്ല. അവര് മാക്സിമം അത് 1000-നേക്കാൾ കൂട്ടി വീണ്ടും എക്കണോമിയിൽ ഇടാനല്ലേ നോക്കുള്ളൂ. അപ്പൊ ഇവരെങ്ങനെ ഈ കണക്ക് പറയുന്നത്? ആക്ച്വലി ഒരു 560 അല്ലെങ്കിൽ 360 എന്ന് പറയുന്ന കണക്ക് ഇതാരും എണ്ണി നോക്കാനോ കണക്കൂട്ടി നോക്കാനോ പോകുന്നില്ലല്ലോ. പരിപാടികൾ ഓൾ ചെയ്ത് നടക്കുന്നുണ്ടല്ലോ. അത് തന്നെ എക്കണോമിയിലേക്ക് നമ്മൾ കാശ് ഇടുന്നു, അത് തിരിച്ചെടുക്കുന്നു, വീണ്ടും ഇടുന്നു. ബിസിനസ് ഈസ് മൂവിങ് ഓൺ. ഈ ഇൻഡസ്ട്രി, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമകൾ ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ സിനിമകൾ വിജയിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രിയാണ്. ഞാൻ തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഒക്കെ അഭിനയിക്കുന്ന, എനിക്കറിയാം അവിടെ എത്ര പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, എത്ര പടങ്ങൾ ഹിറ്റാവുന്നുണ്ട് എന്നുള്ളത്. ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് നിന്ന് ഇത്രയും പടങ്ങൾ ഉണ്ടാവുകയും അതും കൊറോണയായിട്ട് പോലും ഇവിടെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടായിട്ടുള്ളതും മലയാളത്തിലായിരിക്കണം കഴിയുള്ളൂ. ബാക്കിയുള്ള വലിയ ഇൻഡസ്ട്രികളിൽ പോലും പടങ്ങളേ ഉണ്ടാവുന്നില്ല. അത് കൃത്യമായിട്ട് പറയുന്നതല്ല. പക്ഷെ ഇങ്ങോട്ടും നമ്മളെ ഇപ്പോഴും ഇവര് നഷ്ടം അല്ലെങ്കിൽ മലയാള സിനിമയുടെ കെട്ടിക്ക് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ഇവിടെയുള്ളവരെ. അത് ഇരിക്കും മുമ്പ് മുറിക്കാന്ന് പറയില്ല നമ്മള്, അല്ലേ? വെള്ളയപ്പം അപ്പത്തിന് എത്രയായിരുന്നു? 3 രൂപ, അല്ലേ? ഈ കണക്കുകളൊക്കെയാ. അപ്പൊ എന്തെങ്കിലും കിട്ടിയതൊന്ന് കോൺട്രവേഴ്സി ആക്കാം. അല്ല, നിങ്ങൾക്ക് പരിപാടി അപ്പൊ വെള്ളയപ്പം എപ്പോ എന്താ ചോദിച്ചില്ല എന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത. ഇതിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, ഇടതുപക്ഷം, അല്ലേ? അതില് എനിക്കൊരു ചെറിയ പ്രണയമൊന്നുമില്ലാത്ത ഒരു മുരടനായ ഒരു രാഷ്ട്രീയക്കാരൻ. മുണ്ടൊക്കെ എടുത്ത് അവളുടെ പങ്ങാടിയിലൂടെ ഇങ്ങനെ തെക്കും വടക്കും നടക്കും. രാത്രിയാകുമ്പോൾ ഒരു വീഡിയോ ഒക്കെ വിളിക്കും ചെറുതായിട്ട്. പിന്നെ ഈ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോയി ആ തുണിന്റെ അവിടെ നിന്ന് മാറിയിട്ട് പടം കണ്ട വരില്ല. അതുകൊണ്ട് പടം കണ്ടിട്ടും മനസ്സിലാക്കണം. കുറ്റം പറയാനാണെങ്കിലും അടുത്ത പ്രാവശ്യം ചോദിക്കാനാണെങ്കിലും ഈ പറഞ്ഞൊന്നും ശരിയായില്ലല്ലോ കഴിഞ്ഞേട്ടാ അല്ലെങ്കിൽ അതിനെ കാണുക. പടം ലാസ്റ്റ് കണ്ട പടം ബബ്ബ അങ്ങനെ ഉണ്ടായിരുന്നു. ബബ്ബയുടെ തിരക്കഥാകൃത്ത് ഒരാളാ ഇതില് 100. ബബ്ബയുടെ തിരക്കഥാകൃത്തുകളായിട്ടുള്ള ഫായിമും 100-നും നമ്മുടെ സിനിമയിൽ വെച്ചാണ് പ്രണയത്തിലാവുന്നത്. പറയരുത്. പിന്നെ അത് അവരല്ല, നമ്മളാണല്ലോ ഇതിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവരതിനു മുന്നേ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ പ്രണയത്തിലാവുന്ന നമ്മുടെ ഇതിൽ വെച്ചിട്ടാണ്. ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ. അതിന്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ മട്ടൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. വിളിച്ചിരുന്നു. പിന്നെ ഞാൻ എന്റെ കല്യാണത്തിന്റെ പ്രായത്തിന് ശേഷം വേറെ കല്യാണങ്ങളൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. എന്താ സന്ധിക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന എസ് പി വെങ്കടേഷ് സാറാണ്. പുള്ളി ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഇതാ പിടിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ന്യൂജൻ വൈബല്ല, അങ്ങനെ ഒരു ഐക്കോൺസ് ആണ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ആർട്ട് ചെയ്തിരിക്കുന്ന ജ്യോതിശങ്കറാണ്. അപ്പൊ പുത്തമ്പള്ളിയുടെ കുറച്ച് സെറ്റ് വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞ
ഷൈനൊക്കെ പറഞ്ഞതിന് മറുപടി സാരിന്ന് പറയാൻ ഡയറക്ടറൊക്കെയാണ് സിനിമകളുടെ ഡയറക്ഷൻ ചെയ്യുന്ന കണക്ട് വിടുന്ന സിനിമയെ ബാധിക്കുന്നുണ്ടോ? ആൾക്കാരൊക്കെ എത്രത്തോളം സിനിമകൾ ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നഷ്ടക്കച്ചവടമാണെങ്കിൽ അവർ സിനിമ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡിയോസിന്റെ അണ്ടറിലോട്ട് മാറാൻ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് വരാൻ ഭയങ്കര കുറവായിരിക്കും. പണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇന്ന് ചെറിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയായിട്ടൊന്നും ബന്ധമില്ലാത്ത പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പം ആ പ്രൊഡ്യൂസേഴ്സ് ദുബായിൽ അല്ലെങ്കിൽ UK, US ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് കണക്കുകൾ കാണിക്കുമ്പോൾ അവരിങ്ങോട്ട് വരാൻ പഠിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആൾക്കാരിൽ മാത്രമേ ഇൻഡസ്ട്രി നിൽക്കും. അതാണ് സംഭവിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ വലിയ വലിയ സ്റ്റുഡിയോസ് ബോളിവുഡിലൊക്കെ സംഭവിക്കുന്ന പോലെ വലിയ സ്റ്റുഡിയോസ് ബാക്കപ്പ് ചെയ്ത് കൊടുക്കും. അവിടെ സ്റ്റാർഡബിളുമായ സിനിമകൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇതുപോലുള്ള വെള്ളയപ്പോലുള്ള സിനിമകളൊക്കെ സംഭവിക്കണമെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റ് വരാൻ പാടായിരിക്കും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെ നഷ്ടങ്ങളും സത്യം ഞാൻ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. അതാണ് എനിക്ക് പറയാറുള്ളത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ നരിവേട്ടയുടെ ഡയറക്ടറുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിന്റെ സിനിമ വളരെ രീതിക്ക് ഫേസ്ബുക്ക് നമ്മൾ വായിച്ചവർക്കറിയാം. അത്തരം ഒരു തന്റെ അടുത്തോട് വരാൻ പോലും ചില ഡയറക്ടർമാരൊരു വരുന്നില്ല എന്നുള്ളതാണ്. അലീക്ക് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് അലീഖനെ അവിടെ ഇരുത്തിയിട്ട് എനിക്ക് അവിടെ ഇരുന്ന് ചോദിക്കണമെന്നുണ്ട്. കറക്റ്റ് അല്ലേ? കാരണം അതൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തെ സിനിമ ചെയ്യാനായിട്ട് ഏറ്റവും വേണ്ടത് ഒരു പ്രൊഡ്യൂസറാണ്. നല്ല തിരക്കഥയുണ്ട്. 100 പയ്യന്മാരെ എനിക്കറിയാം നമ്മുടെ ഒന്ന് കഥ പറയാറുണ്ട്. പക്ഷെ പ്രൊഡ്യൂസറില്ല. പ്രൊഡ്യൂസർ തരാത്ത കാരണം വേറെ ഇവിടെ ആരും വേണ്ട എന്നുള്ള ചില ആളുകളുടെ തീരുമാനമാണ്. അങ്ങനെ ഞാൻ ഉറപ്പിച്ചു അത് അനുരാജ് മനോഹരൊന്നും വേണ്ട. അത് നട്ടല് നിർത്തി പറയാൻ പറ്റും. അനുരാജ് മനോഹർ വലിയ സിനിമ ചെയ്തുകൊണ്ട് അങ്ങനെ പറയാം. ഞാനിത് മാധ്യമങ്ങളുടെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൺലൈൻ മാധ്യമത്തിൽ ചോദിച്ചിട്ടുള്ള തന്നെയാണ്. അത് നല്ല സിനിമ വരുന്നത് അതല്ല. ഇവിടെ പ്രൊജക്ടിനാണ് പ്രാധാന്യം. ഇയാൾക്ക് ഇത്ര കൂടി, അയാൾക്ക് ഇത്ര കൂടി, ഇതൊക്കെ കൂടി നമുക്ക് എത്ര കൂടി. അപ്പൊ ബാക്കിയുള്ളവർ പുറത്തേക്ക് ഓടി. കഴിവുള്ള പിള്ളേർക്ക് അവസരം കിട്ടണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആർട്ടിസ്റ്റിന് ഡേറ്റ് വേണം, അല്ലെങ്കിൽ നല്ലൊരു ഫണ്ട് ചെയ്യുന്ന പ്രൊഡ്യൂസർ വേണം, അല്ലെങ്കിൽ പുതിയ തന്നെ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്ത് വേണം. ഇപ്പൊ ബേസിൽ നിങ്ങൾ വന്ന സമയത്ത് ഒരു പ്രിയമ്പത കാതരയാണെന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടു. അങ്ങനെ അവസരങ്ങളുള്ള വളരെ ചുരുക്കം ഭാഗ്യവന്മാർക്കാണ് സിനിമ ചെയ്യാനുള്ള ഭാഗ്യമുള്ളൂ. ഞാൻ ഈ സിനിമയിൽ പിന്നെ 5 വർഷം വർക്ക് ചെയ്യുന്നതാണ്. ഇത് കൂടാണ്ട് ഒരു സിനിമ ഇടയ്ക്ക് നിർത്തിയിട്ട് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡ്യൂസർമാരുടെ കാര്യം ഇതാണ്. അവർക്ക് വേണ്ടി ഇപ്പൊ ഒരാളും നിർമ്മാതാക്കളുടെ ആയിട്ട് വരുന്നവരല്ല. അതൊരു ലോബിയാണ്. അത് അവർക്ക് ആരും പുള്ളിക്ക് വേറെ ആളുകൾ കാണാൻ പറഞ്ഞത്. ഇപ്പൊ ഈ സംഘടനകൾ, ഞാൻ സംഘടന കുറ്റം പറയും, എല്ലാ സംഘടന നല്ലതാണ്. പക്ഷേ ഈ സംഘടനയുടെ ആ ഭാഗത്തുള്ള സംഘടനകൾ, തൊഴിലാളി സംഘടനയുടെ കാര്യമല്ല പറയുന്നത്. ബാക്കിയുള്ള സംഘടനകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. പുതിയ ആള് നിങ്ങൾ അലിയിക്കാൻ പറയും, പുതിയൊരാൾ വന്നിട്ട് എത്ര ഒരു സംഘടനയിലേക്ക്. അപ്പൊ ഞാൻ 3-4 സംഘടന ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതിലെത്താൻ ഇത്ര കാലം ഒരാൾ വന്നിട്ട്. ഞാൻ ഓൺലൈൻ മീഡിയക്കാരനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നീ പറയും സിനിമാക്കാരനാകാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മളെ പോലെ അന്ന് ക്യാമറ പിടിച്ച് നിന്ന് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ചോദിക്കുമ്പോഴും ഒരു ദിവസം ഇവിടെ വന്നിരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സംവിധായകനാവാനോ അഭിനയിക്കാനോ വന്നിട്ടുള്ളതാണ്. ആരാണെങ്കിലും മീഡിയക്കാരനാവാൻ വേണ്ടി മാത്രമുള്ള ആരെയും ഉണ്ടാ സിനിമയ്ക്ക് വേണ്ടിയല്ലേ. ഞാനിപ്പോ എന്റെ സിനിമയിൽ എല്ലാവരും പറയുന്നത് ഒരു കുടുംബം പോലെ ഏതെങ്കിലും കുടുംബത്തിലെ വന്നിരുന്നിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയുമോ? ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളുള്ള ഒതുക്കി അത് തീർത്ത് മുന്നേറാനല്ലേ ആരും അറിയാതെ. അങ്ങനെ ഒരാൾ കുടുംബത്തിൽ തന്നെ കുത്തി പറയുമ്പോ അത് കുടുംബത്തിന് നന്നാക്കാനാണോ മോശമാക്കാനാണോ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ നിങ്ങൾ വീണ്ടും ചോദ്യങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരേണ്ട കാര്യമില്ല. അത് പറയുന്നവരങ്ങോട്ട് പറയാം, ചെയ്യുന്നവരങ്ങോട്ട് ചെയ്യാം. ചെയ്യുന്നവരെന്നും ചെയ്തുകൊണ്ടിരിക്കുക, കുറ്റവും കേട്ടുകൊണ്ടിരിക്കും, പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ നമുക്ക് സന്ധ്യക്ക് എന്തെങ്കിലും പറയണമെന്നാണോ? സന്ധ്യ നമുക്ക് വേണ്ടി സന്ധ്യ അവസാനം പറയും. 9-ാം തീയതി സിനിമ. അപ്പോ നമ്മുടെ സിനിമയാണ്. ഓൺലൈനിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ സിനിമയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഇത് തുടങ്ങിയതും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തതൊക്കെ ആയ വ്യക്തിയാണല്ലോ. പുള്ളിയുടെ പടം ഒന്ന് ഹിറ്റാക്കി കാണിക്കാൻ പറ്റും നിങ്ങൾക്ക്? എന്താണെങ്കിലും പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ വഴി പടങ്ങൾ ഹിറ്റാക്കും നമ്മൾ ശ്രദ്ധിക്കാം അല്ലേ? പറ്റുമോ? നോക്കാം. നമ്മളെ ട്രൈ ചെയ്യുന്നത് അല്ല, നമ്മളൊരു പടം ഇറങ്ങുന്ന സമയത്ത് ഈ പടത്തിന് മുന്നേ മാത്രം പോരാ അതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിന്റെ ഇന്റർവ്യൂസ് എടുക്കാൻ ചെയ്യാതെ
അതിന്റെ പ്രസ് മീറ്റ് എടുക്കാൻ വരിക, അതിന്റെ വീഡിയോസ് വരിക. ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാലും അതിനെടുക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭാവിയിൽ ഇതുകൊണ്ട് തന്നെ ജീവിക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. നമ്മള് മനസ്സിലായില്ലേ, ഇതുണ്ടെങ്കിൽ അതുള്ളൂ, അതുണ്ടെങ്കിൽ ഇതുള്ളൂ എന്ന് പറയില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോ. ഇടയ്ക്ക് കുറച്ച് എൻ്റെ ഏതൊക്കെ പടം ഇറങ്ങി, ഏതൊക്കെ പടം നല്ലതായിരുന്നു, ഏതൊക്കെ പടം മോശമായിരുന്നു എന്നറിയോ? ഇല്ല. രണ്ട് കേസ് അറിയാം അല്ലേ? മെയിനായിട്ട് അടിപൊളിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അത് ഓടിക്കാൻ പറ്റിയില്ല? പക്ഷെ അതിനെക്കാട്ട് ഓടിയ വാർത്തകളൊക്കെ ഉണ്ട് ഇവിടെ. മൊഞ്ചാളിയും മോടിയും ഒക്കെ അല്ലേ? അതൊക്കെ എമ്മാരി ഇട്ടെന്ന് പറയാം നാഷണൽ ചാനലില്. പടങ്ങളാണല്ലോ നമുക്ക് ഇട്ടാക്കേണ്ടത്. വൈൻഡപ്പ് ചെയ്യല്ലേ? ചോദിക്കാനുണ്ടാവും, പക്ഷെ നമ്മള് വൈൻഡപ്പ് ചെയ്യാതെ. താങ്ക് യു. നിങ്ങളെ കേട്ടതൊന്നും പറയുന്നത് മനസ്സിലായില്ലേ?